തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ അർഹനാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അതിന് കാരണം ഞാൻ വലിയൊരു സുജായി ആയതുകൊണ്ടല്ല. ഒരു 2 വർഷം മുമ്പാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. അമ്മ ജീവിതാന്ത്യത്തിൽ ഒരു 5-6 വർഷക്കാലം പൂർണ്ണമായും പാരലൈസ്ഡ് ആയിട്ട്, പാർക്കിൻസൺസ് രോഗം ബാധിച്ച് പാരലൈസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. ആ സമയത്ത് അമ്മയുടെ അന്ത്യനാളുകളിൽ അമ്മയ്ക്ക് വേണ്ട പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ മുഴുവൻ നൽകിയത് തച്ചനാട്ടുകര പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനമായിരുന്നു. ഞാനത് ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. അമ്മ പോയപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിയിട്ടുള്ള വളരെ വില കൂടിയിട്ടുള്ള ഈ ആശുപത്രി കിടക്കയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും പാവങ്ങൾക്ക് ഉപകരിക്കും. അപ്പൊ അച്ഛൻ എന്നോട് ചോദിച്ചു, ഉണ്ണി അതെന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായില്ല, അത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് കൈമാറാന്ന് പറഞ്ഞു. അവരത് വന്ന് വെയിറ്റ് വാങ്ങി. അപ്പൊ അത് ഏതെങ്കിലുമൊക്കെ പാവങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എന്തോ വലിയ ആളായതുകൊണ്ടല്ല, പക്ഷേ ഞാനത് ഇവിടെ വന്ന് പറയേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇതുവരെ എവിടെയും പറയാത്തൊരു കാര്യം ഇവിടെ പറയുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് മറ്റൊരു എക്സ്പാൻഷൻ കൂടി കൊടുക്കുകയാണ്. ഇന്റഗ്രിറ്റി, യൂണിറ്റി ആൻഡ് മ്യൂച്വൽ ലവ്, അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. സത്യസന്ധത, ഐക്യം, പരസ്പര സ്നേഹം, അതുകൂടിയാണ്